ബെൽറ്റിന്റെ ക്ലിയറൻസ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ മുമ്പ് യൂസ് ചെയ്തത് 9000 കിലോമീറ്ററിലാട്ടോ മാറ്റിയത്. അപ്പൊ അതിൽ കുറച്ചും കൂടെ തിക്നെസ് റിമെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. നമ്മളെ കൂടെ ഉള്ളത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതർ തന്നെയാണ്. അപ്പം ഇതിന്റെ 1-2 വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിന്റെ ഒരു ടോട്ടൽ റിവ്യൂ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ രണ്ടാമത്തെ സർവീസ് ആവുമ്പോൾ ഉള്ള ആ ഒരു സർവീസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് പാഡ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബ്രേക്ക് പാഡ്സിന്റെ ലൈഫിനെ കുറിച്ചിട്ടും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സെക്കൻഡ് സർവീസിന്റെ സമയത്ത് എനിക്ക് ബാക്കത്തെ ബ്രേക്ക് പാഡ് 2 പ്രാവശ്യം റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിപ്പം തേർഡ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 4000 കിലോമീറ്റർ അധികം ഓടിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. തേർഡ് സർവീസ് ചെയ്ത് അപ്പൊ തന്നെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വർക്ക്ഷോപ്പിലുള്ള തിരക്ക് കാരണം അങ്ങനെ വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ഞാൻ നിലവിൽ ഇന്നാണ് ഇപ്പൊ ഇതിന്റെ ബ്രേക്ക് പാഡ്സ് ഞാൻ ബാക്കിലത്തെ ബ്രേക്ക് പാഡ്സ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ആ ഒരു സെക്കൻഡ് സർവീസിന്റെ സമയത്തായിരുന്നു ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം നിലവിൽ ഈ ഒരു ബ്രേക്ക് പാഡ് ഇപ്പം ബാക്കിലത്തെ മാത്രം റീപ്ലേസ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഫ്രണ്ടിലത്തെയും അതേപോലെ തന്നെ ബാക്കിലത്തെയും ഒരുമിച്ചാണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് 9000 കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു വണ്ടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ ഇപ്പം ഈ ഒരു വണ്ടി ഏകദേശം 19000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പം അന്ന് ബ്രേക്ക് പാഡ് മാറ്റിയതിന് ശേഷം ഇപ്പം നിലവിലുള്ള ഈ ഒരു ഡിസ്കിന്റെ കണ്ടീഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ഏകദേശം ഈ ഒരു ഡിസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്കിൽ ഒരുപാട് ലൈനും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യാൻ, അതായത് ഞാൻ ആദ്യം റീപ്ലേസ് ചെയ്തത് ഒരു 7200 കിലോമീറ്റർ ആകുമ്പോഴായിരുന്നു റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യുന്നത് 9000 കിലോമീറ്ററിലാണ്. അപ്പം ഒരു 2000 സംതിങ് കിലോമീറ്റർ മാത്രമാണ് ആകെ നമുക്ക് ഈ ഒരു ബാക്കത്തെ ബ്രേക്ക് പാഡ് നമുക്ക് ജെന്യുവൻ ബ്രേക്ക് പാഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 9000 കിലോമീറ്റർ ആയപ്പോൾ ബ്രേക്ക് പാഡ് ഞാൻ ASK എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബ്രേക്ക് പാഡ് ഞാൻ ഇപ്പം മാറ്റുന്നത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോന് ശേഷം ഏകദേശം, അതായത് 9000 കിലോമീറ്റർ കഴിഞ്ഞിപ്പം നിലവിൽ 19000 കിലോമീറ്റർ ആയി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്താണ് ശരിക്കും ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പം ഇത്രയും ഒരു ലൈഫ് സ്പാൻ നമുക്ക് ഈ ഒരു ബ്രേക്ക് പാഡിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്രേക്ക് പിടിക്കാൻ അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംഭവം ഞാൻ അന്ന് ഒറിജിനൽ ബ്രേക്ക് പാഡ് യൂസ് ചെയ്ത സമയത്തുള്ള അതേ കണ്ടീഷനിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ബ്രേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്റെ ഒരു റൈഡിങ്ങിന്റെ രീതി അനുസരിച്ച് ഞാൻ ബ്രേക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു, അതായത് ആ ജെന്യുവൻ ബ്രേക്ക് പാഡിൽ യൂസ് ചെയ്ത അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ബ്രേക്ക് പാഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഏകദേശം 10000 കിലോമീറ്ററിന്റെ ലെവലിൽ എനിക്ക് ബാക്കത്തെ ബ്രേക്ക് പാഡ് കിട്ടി. അന്ന് ഞാൻ ഫ്രണ്ടത്തെ ബ്രേക്ക് പാഡ് ഇതിന്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്തതാണ്. ആ ഒരു ബ്രേക്ക് പാഡ് ഇനിയും ഒരുപാട് ഓടാനുണ്ട്. ഇതിന്റെ തിക്നെസ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനിയും ഒരുപാട് ഓടാനുള്ള ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ടത്തെ ബ്രേക്ക് പാഡിന് ഇനിയും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടത്തെ ബ്രേക്ക് പാഡ് നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് പാഡ് കമ്പനി തന്ന ബ്രേക്ക് പാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 9000 കിലോമീറ്റർ ആയിരുന്നു എന്റെ ഒരു ബ്രേക്കിങ്ങിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. പക്ഷെ നിലവിൽ ഈ ഒരു ASK എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇട്ടതിന് ശേഷം ഇനിയും ഒരുപാട് ഓടാനുള്ള ഒരു തിക്നെസ് ഇതിൽ റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു രീതി ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ പറയും 15000 കിലോമീറ്റർ ഒക്കെ ഒറിജിനൽ ബ്രേക്ക് പാഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അത് വണ്ടി അവർ ഓടിക്കുന്നതിന് അനുസരിച്ചിരിക്കും. പക്ഷേ ഈ ഒരു എൻ്റെ ഒരു വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പല മോഡലാണ്. സ്പോർട്സ് മോഡൽ യൂസ് ചെയ്യാറുണ്ട്, എക്കണോമിയിൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ റൈഡ്, ഇങ്ങനെ ഒരുപാട് മോഡൽ ഞാൻ പല സ്പീഡിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ബ്രേക്ക് അത്യാവശ്യത്തിന് ഞാൻ ബ്രേക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പുതിയൊരു ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് കണ്ടല്ലോ, ഇതാണ് പുതിയ ആ ഒരു ബ്രേക്ക് പാഡിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഡിസ്കിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇത് ഓൾറെഡി ആ ഫസ്റ്റ് ടൈം സംഭവിച്ചതാണ്, നിലവിൽ ഇപ്പോൾ സംഭവിച്ചതല്ല. അപ്പം ഈ ഒരു ASK എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ബ്രേക്ക് പാഡിന് ഏകദേശം 170 രൂപ മാത്രമാണ് എനിക്ക് വില വന്നിട്ടുള്ളത്. ഇത് റീപ്ലേസ് ചെയ്യാനും വളരെ ഈസിയാണ്. അപ്പം നിങ്ങൾക്ക് പുറത്ത് വർക്ക്ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ ബെൽറ്റിന്റെ ക്ലിയറൻസ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബെൽറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. തേർഡ് സർവീസിന്റെ സമയത്ത് ഞാൻ അവരോട് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടെ കിട്ടുന്നു. പക്ഷേ എനിക്ക് ഏകദേശം ഒരാഴ്ച മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇത് പുതിയത് അവർ വാറണ്ടിയിൽ തന്നെ റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ജനറലി ഇതിന്റെ സർവീസിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തേർഡ് സർവീസിലും വന്നിട്ടുള്ളത് ഒരു 800 രൂപന്റെ താഴെ ആയിട്ടാണ് എനിക്ക് സർവീസിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വണ്ടിന്റെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ നല്ല ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബ്രേക്ക് പാഡ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ തേയ്മാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഒറിജിനൽ ബ്രേക്ക് പാഡിന്റെ അത്ര തേയ്മാനം എന്തായാലും നമ്മളെ ഈ ഒരു ASK എന്ന് പറയുന്ന ബ്രാൻഡിനൊന്നും വരുന്നില്ല.
നിങ്ങളും ഈ ഒരു ബ്രേക്ക് പാഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയിൽ കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഒരു ബ്രേക്ക് പാഡ് മാറ്റുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളെ ആ ഒരു പുതിയ ബ്രേക്ക് പാഡ് ASKയിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ASKന്റെ സെയിം ബ്രേക്ക് പാഡ് തന്നെയാണ് ഇത്. അതിന്റെ ഒരു തിക്നെസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയതിന്റെ തിക്നെസ് ഏകദേശം ഇത്രത്തോളം വരുന്നുണ്ട്. ഞാൻ മുമ്പ് യൂസ് ചെയ്തത് 9000 കിലോമീറ്ററിലാട്ടോ മാറ്റിയത്. അപ്പൊ അതിൽ കുറച്ചും കൂടെ തിക്നെസ് റിമെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ മാറ്റാനായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിലവിൽ ഇതിന്റെ ആ ഒരു ASK എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 185 MRP വരുന്നത്. നമുക്ക് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 രൂപന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ASK എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഷെയർ ചെയ്ത ഒരു ബ്രാൻഡാണ് ഈ ഒരു ASK എന്ന് പറയുന്നത്. ഇതിന്റെ മുമ്പത്തെ ഈ ഒരു ബ്രേക്ക് പാഡ് ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 9000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമുള്ള ആ ഒരു തിക്നെസ്, റിമെയിൻ ചെയ്യുന്ന തിക്നെസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴക്കാലത്തായിരുന്നു ഞാൻ അന്ന് ആ ഒരു ബ്രേക്ക് പാഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒറിജിനൽ. ആ ഒരു സമയത്ത് എനിക്ക് വെറും 2000-2500 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ബ്രേക്ക് പാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോ ഇത്രയെങ്കിലും ഇതിന്റെ മെറ്റീരിയൽസ് റിമെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ഫുള്ള് മെറ്റൽ പീസ് മാത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.